Today we are discussing about pedagogical shift across the world. Even today, many times teaching and learning procedures are based on content-driven textbook-based knowledge creation paradigm. In this type of system, learners' achievements are still measured against their ability to reproduce subject content. അതായത് ഇന്നും നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ടീച്ചിങ് ലേണിംഗ് പ്രൊസീജിയറിൽ കണ്ടൻറ്റ് ഡ്രിവൺ ആയിട്ടുള്ളതും അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ടുള്ളതുമായ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇന്നും നിലനിന്ന് പോകുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റം, ഇതുപോലെയുള്ള ടൈപ്പ് ഓഫ് സിസ്റ്റത്തിൽ ലേണേഴ്സ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ എബിലിറ്റി മെഷർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവർക്ക് കണ്ടൻറ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി മെഷർ ചെയ്യുക എന്നുള്ള രീതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അതായത് കുട്ടികൾക്ക് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഐഡിയാസ് വെച്ച് കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനോ ഉള്ള അവസരങ്ങളാണ് ഇല്ലാതെ ആവുന്നത്. അതിൽ കൂടുതൽ റോഡ് മെമ്മറൈസേഷനും അതുപോലെ തന്നെ സബ്ജക്റ്റ് പഠിച്ചതൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലും ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ പഠിക്കുക എന്നുള്ളതും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലാസ് റൂം ഇൻട്രാക്ഷനിലൂടെ അവർ നേടുന്നത്. അപ്പോൾ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ബ്രൗൺ 2006 ഇങ്ങനെയുള്ള ചേഞ്ചസിനെയാണ്, അതായത് റീപ്രൊഡക്റ്റീവ് ലേണിംഗ് ടു പ്രൊഡക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ചേഞ്ചസിലേക്ക് ഒരു ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. The assessment is made on what productive contribution a student can make instead of what he can reproduce. അതായത് എന്താണ് കുട്ടികൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിനെയാണ് ഷിഫ്റ്റായിട്ട്, അതായത് പെഡഗോഗിക്കൽ ഷിഫ്റ്റായിട്ട് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുട്ടികൾ വെറുതെ മെമ്മറൈസ് ചെയ്ത് റോഡ് മെമ്മറൈസ് ടെക്സ്റ്റ് ബുക്കും അതുപോലെയുള്ള ക്ലാസ് റൂമുകളിൽ നിന്ന് റോഡ് മെമ്മറൈസേഷനൊക്കെ നേടി അത് വെറുതെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം പ്രൊഡക്റ്റീവായിട്ട് കുട്ടികൾക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിനെയാണ് പെഡഗോഗിക്കൽ ഷിഫ്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നേച്ചർ ഓഫ് നോളജിന്, അതായത് പുതുതായിട്ടുള്ള കുറേ കണ്ടംപററി അണ്ടർസ്റ്റാൻഡ് കുട്ടികൾക്ക് ഒരുപാട് നോളജ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കാനുള്ള കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ലേണർക്കും അവർക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ലേണേഴ്സ് സെൻറ്റേർഡായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സാധിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അവരുടെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി, അതായത് എപ്പോഴും ഒരു പാസീവായി ക്ലാസ് റൂമിൽ എൻഗേജ് ചെയ്യുന്നതിന് പകരം ആക്റ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്ന് പറയുന്നതൊക്കെ ഈ ഒരു ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് പെഡഗോജിക്കൽ ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് മേജർ ഷിഫ്റ്റ് ഇൻ പെഡഗോജി എന്ന് നോക്കാം. മേജർ ഷിഫ്റ്റ് ഇൻ പെഡഗോജി, ഫസ്റ്റ് വൺ, ടീച്ചർ സെൻറ്റേർഡ് ആൻഡ് ഫിക്സ്ഡ് ഡിസൈൻസ് ടു ലേണർ സെൻറ്റേർഡ് ആൻഡ് ഫ്ലെക്സിബിൾ പ്രോസസ്. ഫസ്റ്റ് പോയിന്റ്, ടീച്ചർ സെൻറ്റേർഡ് ആൻഡ് ഫിക്സ്ഡ് ഡിസൈൻസ് ടു ലേണർ സെൻറ്റേർഡ് ആൻഡ് ഫ്ലെക്സിബിൾ പ്രോസസ് എന്നതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്. അതായത് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ആണ്, അതുപോലെ തന്നെ ഫിക്സ്ഡ് ഡിസൈനാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ളത്. ഈ ഒരു കാര്യത്തിനെ ലേണർ സെൻറ്റേർഡ് ആൻഡ് ഫ്ലെക്സിബിൾ പ്രോസസ്സായിട്ട് മാറ്റുക എന്നതാണ് ഒന്നാമത്തെ ഷിഫ്റ്റായിട്ട് പറയുന്നത്. അതായത് ടീച്ചർ സെൻറ്റേർഡ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സാണ് അവിടെ നോളജ് ക്രിയേറ്റ് ചെയ്യുന്നത്, ടീച്ചേഴ്സാണ് കൂടുതൽ ഇൻവോൾവ്മെൻ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഫിക്സ്ഡ് ഡിസൈനാണ്, അതായത് കരിക്കുലം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഓരോ പോർഷൻസ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫിക്സ്ഡ് ആയിട്ടാണുള്ളത്. അതൊക്കെ മാറി ലേണേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സിറ്റുവേഷൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാക്കി മാറ്റുക എന്നുള്ളതാണ് മേജർ ഷിഫ്റ്റിൽ ഫസ്റ്റ് ഷിഫ്റ്റായിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് ഷിഫ്റ്റ്, ചേഞ്ചിങ് ദി റോൾ ഫ്രം ടീച്ചേഴ്സ് ടു ഫെസിലിറ്റേറ്റർ ആൻഡ് കോ ലേണേഴ്സ്. അതായത് ടീച്ചേഴ്സ് എന്ന് പറയുന്ന റോള് ചേഞ്ച് ചെയ്ത് ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു കോ ലേണർ എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. അതായത് ടീച്ചേഴ്സിൻ്റെ റോള് വെറും ടീച്ചേഴ്സായി നിൽക്കുക അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിലല്ലാതെ ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ, ഒരു കോ ലേണേഴ്സ് എന്നുള്ള രീതിയിലേക്ക് മാറുക ടീച്ചറിൻ്റെ റോള് എന്നതാണ് രണ്ടാമത്തെ ഷിഫ്റ്റായിട്ട് പറയുന്നത്. ദെൻ തേർഡ് വൺ, ടീച്ചേഴ്സ് ഡയറക്ഷൻ ആൻഡ് ഡിസിഷൻസ് ടു ലേണേഴ്സ് ഓട്ടോണമി ആൻഡ് ടീച്ചേഴ്സ് ഫെസിലിറ്റേഷൻ. അതായത് ടീച്ചർ ഡയറക്റ്റ് ചെയ്യുക, ടീച്ചറുടെ തീരുമാനം മാത്രം നടപ്പിലാക്കുക എന്നുള്ളതിന് പകരം ലേണേഴ്സ് ഓട്ടോണമി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് പോയിൻ്റായിട്ട് പറയുന്നത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ലേണിംഗ് ആക്ടിവിറ്റിയിലും ടീച്ചേഴ്സാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്, ഡിസിഷൻസൊക്കെ ടീച്ചേഴ്സിൻ്റെതാണ് വരുന്നത്. അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കുട്ടികളുടെ രീതിയിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ ഓട്ടോണമി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുക എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്,
പാസീവ് റിസപ്ഷൻ ഇൻ ലേണിംഗ് ടു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ലേണിംഗ്. അതായത് കുട്ടികൾ ക്ലാസ് റൂമിൽ പാസീവ് ആയിട്ട് റിസീവ് ചെയ്യുന്ന നോളജ് റിസീവ് ചെയ്യുന്ന പാസീവായി ഇരിക്കുന്ന ആൾക്കാരാവാതെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ലേണിങ്ങിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നതാണ് നെക്സ്റ്റ് പോയിന്റ്. കുട്ടികൾ ടീച്ചേഴ്സ് എന്താണോ പറയുന്നത് അതൊക്കെ കേട്ട് അതൊക്കെ റിസീവ് ചെയ്ത് ഇരിക്കുന്ന ഒരു സമയത്ത് നിന്നും മാറി ആക്റ്റീവായിട്ട് ലേണിംഗ് അറ്റ്മോസ്ഫിയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ലേണിംഗ് വിത്തിൻ ദി 4 walls ടു ലേണിംഗ് ഇൻ ദി വൈഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ക്ലാസ് റൂം. അതായത് 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നതിന് പകരം സൊസൈറ്റിയിൽ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ക്ലാസ് റൂമിൻ്റെ എല്ലാ ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയറിൻ്റെ എല്ലാ ചുറ്റുപാടിൽ നിന്നും കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു സോഷ്യൽ രീതിയിൽ അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയർ എന്നുള്ള രീതി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി നിന്നുകൊണ്ട് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് ചുമരുകൾക്കുള്ളിൽ നിന്ന് പഠിക്കുന്നത് വെറും ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ നിന്നൊക്കെ മാറി ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ കുട്ടികൾ പഠിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, നോളജ് ഈസ് ഗിവൺ ആൻഡ് ഫിക്സ്ഡ് ടു നോളജ് ഈസ് ഇറ്റ് ഇൻവോൾവ്സ് ആൻഡ് ഈസ് ക്രിയേറ്റഡ്. നോളജ് ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോളജ് കൊടുക്കുക എന്നുള്ളതിൽ നിന്നും മാറി ഒരു ക്രിയേറ്റഡ് എന്നുള്ള രീതി, നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറുക എന്നതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ലീനിയർ എക്സ്പോസർ ടു മൾട്ടിപ്പിൾ ഡൈവേർജൻറ്റ് എക്സ്പോഷർ എന്ന് പറയുന്നുണ്ട്. ഫ്യൂ അസസ്മെൻറ്റ് ഓഫ് മൾട്ടിഫാരിയസ് ആൻഡ് കണ്ടിന്യൂസ് അസസ്മെൻറ്റ്. അതായത് ചെറിയ അസസ്മെൻറ്റിന് ഷോർട്ടായിട്ടുള്ള അസസ്മെൻറ്റിന് പകരം കണ്ടിന്യൂസ് അസസ്മെൻറ്റ്, അതായത് കുട്ടികളുടെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി ഓരോ ടേമിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യുക എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് കൾച്ചറൽ ബേസ്ഡ് പെഡഗോജി ടു കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോജി. അതായത് കൾച്ചറലി ബേസ്ഡ് പെഡഗോജിക്ക് പകരം കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോജി ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് കൾച്ചറിനെ മനസ്സിലാക്കുന്നതിനനുസരിച്ച്, അതായത് ഓരോ കുട്ടികളുടെയും കൾച്ചർ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യത്തിനാണ് കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോജി എന്ന് പറയുന്നത്. കുട്ടികളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതിനെയാണ് കൾച്ചറൽ റെസ്പോൺസീവ് പെഡഗോജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടീച്ചർ സെൻറ്റേർഡിൽ നിന്ന് ലേണർ സെൻറ്റേർഡിലേക്ക് മാറുന്നത് അല്ലെങ്കിൽ മേജർ ഷിഫ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ടീച്ചർ സെൻറ്റേർഡ് ക്ലാസ് റൂമിൽ നിന്ന് ലേണർ സെൻറ്റേർഡിലേക്ക് മാറുന്ന സമയത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചസ് ഉണ്ടാവാം. ടീച്ചർ സെൻറ്റേർഡിൽ ടീച്ചേഴ്സിനായിരിക്കും അതോറിറ്റി ഉണ്ടാവുക. ലേണർ സെൻറ്റേർഡിൽ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ടീച്ചർ സെൻറ്റേർഡിൽ ടീച്ചർ ഒരു എക്സ്പേർട്ടാണ്, ടീച്ചർ ഈസ് എക്സ്പേർട്ട്. ദെൻ ലേണർ സെൻറ്റേർഡിൽ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഗൈഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ടീച്ചർ ഈസ് ഗൈഡ്. ഇനി ടീച്ചർ സെൻറ്റേർഡിൽ ടീച്ചറാണ് നോളജ് ഡെലിവർ ചെയ്യുന്നത്. ലേണർ സെൻറ്റേർഡിൽ സ്റ്റുഡൻസ് എക്സ്പ്ലോർ ദി റേഞ്ച് ഓഫ് സോഴ്സസ്, കുട്ടികളാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ടീച്ചർ സെൻറ്റേർഡിൽ സ്റ്റുഡൻസ് റിസീവ് നോളജ്, ടീച്ചർ സെൻറ്റേർഡിൽ സ്റ്റുഡൻസ് നോളജ് റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലേണേഴ്സ് സെൻറ്റേർഡിൽ സ്റ്റുഡൻറ്റ് ഹാസ് ചോയ്സസ്, ഹി ക്രിയേറ്റ് നോളജ്. അതായത് കുട്ടികൾക്ക് ഒരുപാട് ചോയ്സുകളുണ്ട് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ടീച്ചർ സെൻറ്റേർഡിൽ ടെസ്റ്റിംഗ് ആൻഡ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് കൃത്യമായ ഏതെങ്കിലും ടേമുകളിലായിരിക്കും. പക്ഷേ ലേണേഴ്സ് സെൻറ്റേർഡ് വരുന്ന സമയത്ത് കണ്ടിന്യൂസ് അസസ്മെൻ്റ് ആണ് നടത്തുന്നത്. പവർ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ടീച്ചർ സെൻറ്റേർഡിൽ ടീച്ചർക്കായിരിക്കും. പക്ഷേ കുട്ടികളിൽ ലേണേഴ്സ് സെൻറ്റേർഡിൽ കുട്ടികൾക്കായിരിക്കും അവസരങ്ങൾ കൂടുതൽ. ഇതാണ് ലേണേഴ്സ് സെൻറ്റേർഡും ടീച്ചർ സെൻറ്റേർഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മേജർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡിൽ നിന്നും ലേണേഴ്സ് സെൻറ്റേർഡിലേക്ക് പോകുന്ന ഒരു കാര്യത്തിനെയാണ് ഷിഫ്റ്റായിട്ട് പറയുന്നത്. ആ ഷിഫ്റ്റ് വരുന്ന സമയത്ത് ടീച്ചർ സെൻറ്റേർഡ് ആവുന്ന സമയത്ത് ടീച്ചറായിരിക്കും അതോറിറ്റേറിയൻ, അതുപോലെ ടീച്ചറായിരിക്കും അവിടെ എക്സ്പേർട്ട്, ടീച്ചറാണ് നോളജ് ഡെലിവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഓൺലി നോളജ് റിസീവേഴ്സ് ആയിരിക്കും. പിന്നെ ടെസ്റ്റിങ്ങും ഗ്രേഡിംഗ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. പക്ഷേ ലേണേഴ്സ് സെൻറ്റേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചർ എന്ന് പറയുന്നത് ഓൺലി ഫെസിലിറ്റേറ്റർ ആയിരിക്കും, ടീച്ചർ ഈസ് ഓൺലി ഗൈഡ് ആയിരിക്കും. അവിടെ സ്റ്റുഡൻസിനായിരിക്കും ചോയ്സ് കൂടുതൽ, നോളജ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതൽ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് അസസ്മെൻ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ഷിഫ്റ്റ്, പെഡഗോജിയിൽ വന്നിട്ടുള്ള മേജർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്.